ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ വീട്ടിൽ വേണം അല്ലേ ഷണ്ട? രാവിലെ ഇപ്പോൾ 1 കിലോ പോത്തിറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ടല്ലേ? ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണം അല്ലേ? ചിക്കനോ ബീഫോ മട്ടനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. ഞാനും കണ്ട 1 കിലോ പോത്തിറച്ചി മേടിച്ച് കറി വെക്കണോ ഫ്രൈ വേണം? ഫ്രൈ മതി. ഷംലയുടെ ഇഷ്ടം പോലെ തന്നെ ഇന്ന് ബീഫ് ഫ്രൈ ചെയ്തേക്കാം. എന്നാ നല്ല ടേസ്റ്റോട് കൂടി നമ്മളൊക്കെ ബീഫ് ഫ്രൈ ചെയ്തെന്ന് നോക്കിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെ അല്ലേ? ആർക്കും ബീഫ് ഫ്രൈ അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും ഞങ്ങളുടെ ആയിട്ടുള്ള രീതിയിലൊന്ന് പരിചയപ്പെടുത്തണം. അപ്പം നമ്മൾ തന്നെ ഇത് അരിഞ്ഞെടുക്കണം. കാര്യം അവരരിഞ്ഞ് തരത്തില്ല. ഞായറാഴ്ച ദിവസം ആകുമ്പം നമുക്കറിയാമല്ലോ, ഭയങ്കര തിരക്കാണ്. ആരും കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ബീഫ് ഫ്രൈയുടെ രീതിക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഷംല ബീഫ് ഫ്രൈക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഇറച്ചി ഇങ്ങനെ അരിയാൻ അത്ര വശമില്ല. അതുകൊണ്ട് എത്തിച്ചാൽ തന്നെ മേടിച്ചോണ്ട് വന്ന് തന്നെ അരിഞ്ഞ് കഴുകി പുറക്കി എനിക്ക് കൊണ്ടുതരും കറി വെക്കാനായിട്ട്. എപ്പോഴും അങ്ങനെ മേടിക്കുമ്പോൾ എല്ലാം അങ്ങനെ. സവോളക്കാട്ടി കൂടുതൽ കൊച്ചുള്ളി ആവശ്യം. അപ്പം ഉള്ളി ഇച്ചിരി കൂടുതലെടുത്തു കേട്ടോ. എടുത്ത് വെച്ചല്ലേ? അതെടുത്തു. ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ ഷംല, ഈ ബീഫ് കഴിക്കാൻ പറ്റിയത്. കാര്യം ചൊറിച്ചിൽ ഉണ്ടാവും ചില ആൾക്കാർക്ക്. കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് കഴിക്കാൻ പറ്റുകയില്ല. ചിക്കൻ ആണെങ്കിൽ അവർക്ക് കഴിക്കാം. അയ്യോ ശരി, അറിയാത്ത ചിലപ്പോൾ കഴിച്ചാലില്ല. അവരുടെ ദേഹം മൊത്തം തടിച്ച് ചൊറിഞ്ഞ് തടിച്ച്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു അതുപോലെ കഴിച്ചിട്ട്. അപ്പം ബീഫ് അലർജി ഉള്ളവരൊന്നും കഴിക്കല്ലേ. അപ്പോൾ ബാക്കിയൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ണ് നേറി കരയാണ്. ഒരു സവോള അരിഞ്ഞപ്പോഴേ രണ്ടാ കരയാണ്. സവോള ഉള്ളി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണ് ഈ സവോളക്കകത്ത് ആ ഗ്യാസ് ഉണ്ടല്ലോ, കറക്റ്റ് ആ കണ്ണിലോട്ട് അടിക്കത്തുള്ളൂ. ഇതെന്താണെന്നറിയാം, ഇത് അല്പം നെയ്യാണ്. നമ്മൾ ബീഫ് കറി വെക്കുമ്പോഴും ബീഫ് ഫ്രൈ ഒക്കെ വെക്കുമ്പോഴത്തേക്കും ഇറച്ചിയുടെ അല്പം നെയ്യൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. താല്പര്യമുള്ളവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നമുള്ളവർക്കൊന്നും നെയ്യ് അധികം കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരൊക്കെ സൂക്ഷിച്ചോണം കേട്ടോ. ബീഫ് ഫ്രൈക്കുള്ള രീതിക്കും ബീഫൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ചില ഇച്ചിരി എന്ത് ചെയ്യുന്നത്, അതിനാവശ്യമുള്ള സാധനമൊക്കെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതൽ എടുത്തു. ഇല്ലല്ല, ഉള്ളി അല്ല, വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി കൂടുതൽ എടുത്തു. എനിക്ക് ഇറച്ചിയായാലും മീനായാലും ചിക്കനായാലും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ലപോലെ കഴുകിയില്ലെങ്കിൽ എനിക്ക് തോന്നും. അതാ ഞാൻ തന്നെ കയറുന്നത് കഴുകാനായിട്ട്. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ നേരത്തെ ഒന്ന് കഴുകിയെടുക്കും. 1 കിലോ ഇറച്ചിയുണ്ട്. ഇപ്പം കണ്ടാൽ കൂടുതൽ തോന്നത്തില്ല. അത് അരിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഫ്രൈ ആക്കി വരുമ്പോഴത്തേക്ക് എന്നാ കാണുമെന്ന് പറഞ്ഞാൽ കുറവാണ് ഫ്രൈ ആയിട്ട് വരുമ്പോൾ. അപ്പം ഞാൻ ഈ ഇറച്ചിയെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോഴത്തേക്ക് ഷംല വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ. ബീഫെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യമേ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ആദ്യമേ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതേപോലെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ തന്നെ സ്വന്തം മസാലപ്പൊടിയാണ്, ഗരം മസാല. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു കഷ്ണം കറുവാപ്പട്ട, ഇത് വലുപ്പമുള്ളതാണ്, നമ്മളൊന്ന് ഒടിച്ച് ഇങ്ങോട്ടിട്ടേക്ക് കറുവാപ്പട്ട ഇടാം. ഒരു 2-3 ഏലക്ക, ഗ്രാമ്പും അതേപോലെ തന്നെ അങ്ങോട്ടിട്ട് കൊടുക്കുക. കുക്കറിൻ്റെ അകത്ത് ഇറച്ചി വെക്കുമ്പോഴത്തേക്കും ഉപ്പിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ല ഇറച്ചിയിലൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിരിക്കണം.
ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം. കാര്യം വെള്ളമില്ല. മതി, കുറച്ച് വെച്ചാൽ. കാര്യം ഈ ബീഫ് വേവിച്ചെടുക്കണ്ടേ, അപ്പോൾ അതിനൊരല്പം വെള്ളം വേണം. ഇറച്ചിക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിക്കുകയാണ്. അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടുപ്പത്തോട്ട് വെക്കും. നല്ലപോലെ ഇളക്കി വെച്ചിട്ട് അടുപ്പൊന്ന് കത്തിക്കട്ടെ. കുക്കറിന് ഇറച്ചി എല്ലാവരും കുക്കറിനകത്ത് വെച്ചാൽ ഇപ്പം വല്ല ഫംഗ്ഷനൊക്കെയാണ് ചെമ്പിൻ്റെ അകത്തൊക്കെ കയറ്റി വെക്കുക. അതുപോലെയാണോ വീട്ടിൽ ഒരു 2 കിലോ ഇറച്ചി മേടിച്ചാൽ പെട്ടെന്ന് കുക്കറിനകത്ത് വേവിച്ചെടുക്കാത്തുള്ളൂ. പിന്നെ ഇത് സാധാരണ നമ്മൾ ഇറച്ചി വേവിക്കുന്ന അത്ര വേവ് വേണ്ട. ഒരു 3/4 ഭാഗം വെന്താച്ചാൽ മതി. ബാക്കി ഫ്രൈക്കകത്ത് കിടന്ന് വേകാനുള്ളത്. അല്ലേ? ഈ ബീഫിൻ്റെ വേവെന്ന് പറഞ്ഞാൽ ഓരോ രീതിക്ക്. ചിലതൊക്കെ പെട്ടെന്ന് വേകും, ചിലത് ഒരു 6, 7, 8, 10 വിസിലടിച്ചാലും ചിലത് വേഗത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി വേണം അത് വേവിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു 6 വിസിൽ കൂടുതൽ അടുപ്പിക്കുന്നില്ല. സാധാരണ ബീഫ് ഫ്രൈക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്തൊക്കെ ഒരല്പം ഇതേപോലെ ഇച്ചിരി നീളത്തിലൊക്കെയാണ്. ഒരു 6 വിസിൽ ഒന്ന് അടിക്കട്ടെ. അപ്പോഴത്തേക്ക് ഈ തേങ്ങായും ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. ഒരു 6 വിസിൽ അടിച്ചിട്ടുണ്ട്. നമ്മളത് നിർത്തിയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. താഴോട്ട് വെക്കാം. ഒന്ന് തുറന്ന് നോക്കട്ടെ. ഒരു 3/4 വേവാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ വേവായില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും വെക്കേണ്ടി വരും. ഒരു കഷ്ണം എടുത്ത് നോക്കാവേ. ഇതൊരു 3/4 വേവായോ എന്ന് നോക്കട്ടെ. ഒരു 3/4 വേവായിട്ടുണ്ട്. നമ്മൾ അടുപ്പ് ഒന്നുകൂടെ കത്തിക്കുകയാണ്. ഉരുളി അങ്ങോട്ട് വെക്കാം. കാര്യം ഇതുപോലൊരു ഉരുളി വേണം, അന്നേരം അത്ര കൊള്ളണ്ടേ. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ വേണം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് അത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള രീതിക്കാണ് ഈ ബീഫ് ഫ്രൈ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ പെരുംജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ആ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തില്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയ്ക്കകത്തായാലും ഇട്ട് ചേർത്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടിട്ട് ഇടാം. ഒരു 10-25 വെളുത്തുള്ളിയുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2-3 പച്ചമുളക്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 10-200 ഗ്രാം ചെറിയ ഉള്ളി, ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിട്ട് ഞാൻ ഉള്ളി മുറിക്കാതായിട്ടിരുന്നത് കേട്ടോ. മുറിച്ച് വേണേലും ചേർക്കാമെന്നാണ്. കാര്യം ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചച്ചവയൊന്ന് മാറിയ ശേഷം നമുക്ക് ഒരു 3/4 വേവായി വെച്ചിരിക്കുന്ന ബീഫ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു വേണം കേട്ടോ. ബീഫ് ഫ്രൈക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കുരുമുളക് പൊടി എന്ന് പറഞ്ഞത്. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി നമ്മൾ ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എരിവ് ചേർക്കാവുന്നതാണ്. കാര്യം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് കുറച്ച് മതി. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എരിവൊക്കെ ചേർക്കാൻ. ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ആ ഇറച്ചിയുടെ വെള്ളം തന്നെയാണ്.
ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ബീഫിന് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരാഴിക്ക് എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഷംലായ്ക്ക് ബീഫെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. ചിക്കനൊന്നും പുള്ളിക്ക് അത്ര പോരാ. എന്നാൽ ശരി, ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് ഞാൻ റെഡിയാക്കി തരും. ഇനി ഇത് മൂടി വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3/4 വേവിനാണ് ഇറച്ചി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ വെന്ത് ആ ഇറച്ചിയുടെ വെള്ളമൊക്കെ വറ്റി കിടന്ന് ഇത്തിരി കുറച്ച് സമയം കൊണ്ടിരിക്കുമ്പോൾ ഫ്രൈ ആവും. ആ, ഇപ്പോൾ ഒരട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കും. ഷംല, ബീഫ് ഫ്രൈ എവിടെ വരെയാണ് നോക്കണ്ടേ? ഒന്ന് നോക്കാനാ. റെഡി, 1 2 3. ആ, എങ്ങനെയുണ്ട് മണമൊക്കെ? അടിപൊളി മണം, കൊതിപ്പിക്കുന്ന മണം അല്ലേ? വെള്ളമൊക്കെ പറ്റി ഇറച്ചി ബാക്കിയുടെ വേറുണ്ടായിരുന്നത് വേവും. ഇതൊക്കെ കിടന്ന് വെന്തവും. കാര്യം എന്നാന്നറിയോ, 3/4 വേവിന് എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അല്ല വെന്ത് പോവും. വെന്തല്ല കഷ്ണം കിട്ടാതെ വരും. അതുകൊണ്ടാണ് 3/4 വേവിന് വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഷംല, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയ ഷംല. എരിവോ ഉപ്പോ വല്ലതും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ആ, ഷംലയ്ക്കല്ല ബീഫ് ഇഷ്ടം, കഴിച്ചു വല്ലതും വേണം. പൊളി ഐറ്റം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഫ്രൈ ആയിട്ടോ, പിന്നെ എല്ലാം കറക്റ്റാ, ഒന്നും ചെയ്യണ്ട. കുരുമുളക് പൊടി വല്ലതും വേണം. നമുക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ നമുക്ക് മനസ്സിലൊക്കെ സിനിമയ്ക്കകത്ത് ജയറാം പറഞ്ഞത് ഇച്ചിരി കുരുമുളക് പൊടി ചൂടോടെ എടുത്തിട്ടില്ലേ? അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചെയ്തോണ്ട് പറയല്ല, നല്ല അടിപൊളി. എന്താ ഇത് കഴിക്കുന്നതാകുമ്പോൾ എനിക്കൂടെ കൊതി വരും. ബീഫ് നല്ലപോലെ കറുത്തിരിക്കും. അതിനെന്നാ എഴുതുന്നറിയോ? കുരുമുളക് പൊടി, ആവശ്യത്തിന് ഇച്ചിരി കുരുമുളക് പൊടി ഇടും. അപ്പോഴത്തേക്ക് കുരുമുളക് പൊടി ഇടുമ്പോഴത്തേക്ക് ബീഫ് കറക്കും. അങ്ങനെയാണിത്. പക്ഷേ എന്ന് പറഞ്ഞ് ചുമ്മാ വാരികളില്ല, നമ്മുടെ എരിവിന് ആവശ്യത്തിന്. കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അല്ല വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികൾ, പ്രായമുള്ളവരെ, അപ്പം എരിവ് അധികം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ പാകത്തിന് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇത് കുറച്ച് സമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ, അത് ഫ്രൈ ആയിട്ട് വരും. ഏകദേശം ഒരു 10-30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. ഫ്രൈ ആകണ്ടേ, അപ്പം അത്ര സമയം എടുക്കും കേട്ടോ. പെട്ടെന്നൊന്നും ഫ്രൈ ആകത്തില്ല. അപ്പോൾ ഇത് ചെറിയ തീ തന്നെ അത് ഫ്രൈ ആയിട്ടുണ്ട്. അതേ നോക്കിക്ക്, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും കറുത്തോണ്ടേ ഇരിക്കും. നല്ല കൊതിപ്പിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഒരു ഫ്രൈ ആട്ടോ. ബീഫ് ഫ്രൈ നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് എന്തായാലും ശരി, പൊളിക്കും. പിന്നെ വേറെ ഏതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ആ വലിയ പരിപാടിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരപ്പം കായപ്പൊടിയൊക്കെ ഇടും. അത് ഒരു ഓപ്ഷനാണ്. ഇട്ടാലും നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഞാനത് ചേർക്കുന്നില്ല. ഒരു ഭക്ഷണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ കായപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഫ്രൈ ആയതിനു ശേഷം ഈ അടുത്താണ് നിർത്താം. എന്നാ ഷംല, നല്ല അടിപൊളിയായിട്ട് ബീഫ് ഫ്രൈ ചെയ്തിട്ട് തിന്നട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേട്ടോ ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ വേറൊരു ഇറച്ചിയും തിന്നത്തില്ല, ഈ ബീഫിൻ്റെയാണ് കഴിക്കുന്നത്. തിന്നോക്കട്ടെ. ഓ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി. ഷംലാക്ക് മാത്രമേ, എൻ്റെ മക്കൾക്കും ഒക്കെ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റ്. ഇന്നലെ എൻ്റെ വിറ പറഞ്ഞതേ ഉള്ളേ, വെച്ച് ബീഫ് ഫ്രൈ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇന്ന് അത് ചെയ്യാമെന്നുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ ഇന്ന് ഇത് ചെയ്തത് കേട്ടോ. നല്ല രുചിയുണ്ടോ എന്ന് തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല നല്ല അടിപൊളി. ഞാൻ ചെയ്തിട്ട് തന്നെ ഞാൻ പറഞ്ഞ ശരിയില്ല. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പൊളിച്ചിരിക്കും. ഞാനാ പറയുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഇച്ചിരി ബീഫ് മേടിച്ച് നല്ല ഒരു അടിപൊളി ഫ്രൈ ചെയ്തതേ ഉള്ളൂ. നിങ്ങളെ കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. അല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ഒരു സംഭവമായിട്ടൊന്നും ആരും കാര്യമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.